ശബരിമല സന്നിധാനത്ത് വലിയ നടപ്പന്തലിൽ ഇന്ന് എത്രമാത്രം തിരക്കുണ്ട്? ഈ കാണുന്നതാണ് ഇപ്പോൾ വലിയ നടപ്പന്തലിലെ തീർത്ഥാടകരുടെ തിരക്ക്. കഴിഞ്ഞ ദിവസം വലിയ തിരക്ക് അനുഭവപ്പെട്ട സമയം ഇവിടെയെല്ലാം തിങ്ങി നിറഞ്ഞ് തീർത്ഥാടകരായിരുന്നു. പിന്നീട് വലിയ നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡും പോലീസും കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തിരക്ക് ഇത്ര മാത്രമാണുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരാതിയായി വന്നത് കുടിവെള്ള വിതരണം വലിയ നടപ്പന്തലിലുണ്ട്. പക്ഷേ പലപ്പോഴും കുടിവെള്ളം ലഭിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന, അതായത് ഏറ്റവും വലതുവശത്ത് കാണുന്ന ഈ നിരയിൽ മാത്രം നിൽക്കുന്നവർക്കായിരുന്നു. അങ്ങനെ ഒരു പരാതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് അദ്ദേഹം തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതായത് ഈ ക്യൂകൾക്കിടയിൽ കൂടി ഈ ജോലിക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾ പോവുകയും ഇടഭാഗങ്ങളിലുള്ള ക്യൂകളിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തർക്ക് കൂടി കുടിവെള്ളം വിതരണം ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടി കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബിസ്ക്കറ്റും ഒപ്പം തന്നെ കുടിവെള്ളവും ഒക്കെ എത്ര നിരകളുണ്ടോ ആ നിരകൾക്കിടയിൽ കൂടി എല്ലാം പോയി ഈ ജീവനക്കാർ പോയി അവരെ യഥേഷ്ടം ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. തങ്ങൾക്ക് അത് വലിയ ആശ്വാസകരമാണെന്ന് ഇപ്പോൾ ഈ തീർത്ഥാടകർ തന്നെ പറയുന്നുമുണ്ട്. കഷ്ടപോലെ കുടിവെള്ളം കിട്ടുന്നുണ്ട്, കേട്ടില്ലേ, ബിസ്ക്കറ്റ് കിട്ടുന്നുണ്ട്, ഒരു വിഷമമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റാഫിൻ്റെ ഒക്കെ പെരുമാറ്റം നല്ല രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഞങ്ങൾ പോലീസുകാരോടായാലും വേണ്ടി ഇന്നത്തെ അവസ്ഥയാണ് നല്ല രീതിയിലായിരുന്നു. കുടിവെള്ളം ഇഷ്ടംപോലെ 2 പ്രാവശ്യം ഞങ്ങൾ തന്നെ വാങ്ങിച്ചു കുടിച്ചു, കേട്ടില്ലേ. വഴിനീള குடிவெள்ளம் உண்டாയിരുന്നു. தண்ணி கிடச்சிது, எல்லாம் ஹெல்ப்ஃபுல்லாக இருந்தது. பிஸ்கெட் நல்லா கொடுத்துருக்காங்க. க்ரௌடு கம்மியாக தான் இருக்குது. இந்த மாதிரிலாம் ஸ்டெப் பை ஸ்டெப்பாக அடைக்கிறதுலாம் இல்லை, நார்மலாக சாலிடாக அழகாக போகுது, ஒன்றும் பிரச்சனை இல்லை, நார்மல். பட் ஆனால் எல்லாரும் எஸ்டேடே சினாரியோ பார்த்துட்டு யாரும் வர்றதில்லை. பட் அது நல்லா தான் பார்த்துக்கிட்டாங்க. இந்த வாட்டி போலீஸ்லாம் நல்லா ஃப்ரெண்ட்லியாக நல்லா தான் பார்த்துக்கிட்டாங்க. எல்லா இடத்துலையும் நல்லா பார்த்துக்கிட்டாங்க. எல்லாமே கம்ஃபர்டபுளாக இருந்துச்சு, எந்த பிரச்சனையும் இல்லை. பயந்து எல்லாருமே இருக்காங்க, பயப்பட வேணாம், வரலாம். கவர்மெண்ட் நல்லா தான் பார்த்துருக்காங்க. பட் என்ன பண்ண முடியும், ரஷ் வந்தால் എല്ലാ ഇടത്തിലും ഇവിടെ ആവും. ബട്ട് അത് വെച്ച് ആരും ഇത് പണ നല്ലതാ പാത്തുകിട്ടാണ്. വലിയ നടപ്പന്തലിൽ 6 നിരകളാണുള്ളത്. 6 നിരകളിൽ കൂടിയാണ് അയ്യപ്പ ഭക്തരെ 18 പടി ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ വലിയ തിരക്കൊന്നുമില്ല. കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് തീരെ കുറവാണ് എന്നാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ പറയുന്നത്. ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കലിലും വണ്ടിപ്പെരിയാറിലും മാത്രമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. പമ്പ, എരുമേലി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ നിയന്ത്രണങ്ങൾ നവംബർ 24 വരെയാണ്. ദർശനത്തിന് പരമാവധി വെർച്വൽ ക്യൂ സംവിധാനം ഉപയോഗിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്ര സമയമെടുക്കുന്നു എന്ന കാര്യം തീർത്ഥാടകരോട് ചോദിച്ചിരുന്നു. അവർ പറയുന്നത് 5 മണിക്കൂറിൽ താഴെ മാത്രമാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ എടുക്കുന്നത് എന്നാണ്. വഴിനീളെ ഈ കാനനപാതയിലുടനീളം അവർക്ക് ബിസ്ക്കറ്റും വെള്ളവുമൊക്കെ യഥേഷ്ടം ലഭിക്കുന്നതായി കുട്ടികൾ ഉൾപ്പെടെയുള്ള മാളികപ്പുറങ്ങൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ പറയുന്നുമുണ്ട്. മോളെന്താ കഴിച്ച രാവിലെ? ബിസ്ക്കറ്റ്, ദോശ, ചമ്മന്തി, കടലക്കറി. വെള്ളം ആവശ്യത്തിന് കിട്ടി? കുറെ കിട്ടീന് വെള്ളം. ഇവിടെ ക്യൂ നിൽക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ കുഞ്ഞിന്? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ശബരിമല എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എല്ലാവരും കുടിവെള്ളവും ബിസ്ക്കറ്റും അതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടപ്പോൾ ഭക്തർക്കെല്ലാം വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് ദർശനത്തിന് എത്താൻ വരുന്നവർക്കാണ് പ്രധാനമായും ഒരു ആശങ്കയുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ തീർത്ഥാടകരെല്ലാം പറയുന്നത് ഇപ്പോൾ തിരക്ക് തീരെ കുറവാണ്, അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാകുന്നുണ്ട് എന്ന് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.